മലയാളത്തിന്റെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. എമ്പുരാൻ റിലീസ് ചെയ്യാൻ പോകുന്നത് ഈ വരുന്ന മാർച്ച് 27-ാം തീയതിയാണ്. അതായത് ഇതിന് അധികം സമയമില്ല, ഏകദേശം കൂടി പോയി 2 ആഴ്ച കഷ്ടിച്ചേ ഉള്ളൂ. പക്ഷേ എമ്പുരാന്റെ ഒരു അപ്ഡേഷനും കാണുന്നില്ല. ഏകദേശം 36 ക്യാരക്ടേഴ്സിന്റെ ഒരു പോസ്റ്റർ റിവീൽ ചെയ്തായിരുന്നു. അതുപോലെ തന്നെ ടീസർ വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് ഒന്നുമില്ല, എല്ലാം ഒരു പുകമറ മാത്രമാണ്. എന്താണ് എമ്പുരാന് സംഭവിച്ചത്? എമ്പുരാൻ ഇനി റിലീസ് ചെയ്യുന്നുണ്ടോ? മലയാളത്തിലെ ഏറ്റവും വലിയ ബ്രഹ്മാണ്ഡ സിനിമയാണ് എമ്പുരാൻ എന്ന് പറയുന്നത്. അത് എടുത്തെടുത്ത് പറയേണ്ട ആവശ്യകതയില്ല. നമുക്ക് ആ ടീസറിലെ ഇതിന്റെ ഒരു 1% പോലും ഇല്ല, 0.something% ആ ടീസറിൽ കാണിച്ചപ്പോൾ തന്നെ അത് വ്യക്തമായിട്ടുണ്ട്. സാധാരണ ഒരു രീതിയിലല്ല പൃഥ്വിരാജ് എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ എടുത്തു വെച്ചിരിക്കുന്നത്. നമുക്കറിയാം, ലൂസിഫർ എന്ന് പറഞ്ഞ സിനിമ വെച്ചപ്പോൾ തന്നെ നമ്മൾ കണ്ടതാണ് പൃഥ്വിരാജിന്റെ ആദ്യ സംവിധാനമായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഒരു പ്ലാനിങ്ങും അതുപോലെ തന്നെ എക്സിക്യൂഷനും കണ്ടതാണ്, ഓരോ സീൻ ബൈ സീൻ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങുമ്പോൾ, ഇതിന്റെ ഈ ഒരു ട്രയോളജിയുടെ 2ാം പാർട്ട് ഇറങ്ങുമ്പോൾ ഏറെ ആകാംക്ഷയാണ്. അത് മോഹൻലാൽ ഫാൻസിന് മാത്രമല്ല, സിനിമാ പ്രേമിക്ക് എല്ലാം തന്നെ എന്തൊരു ലെയർ ആണ് ഇതിലുള്ള, അല്ലെങ്കിൽ ഏതൊക്കെ ലെയർ ആണ് ഇതിൽ അഴിയുന്നത് എന്ന് കാണാൻ വേണ്ടിയുള്ള ആകാംക്ഷ. അതുപോലെ തന്നെ സ്റ്റീഫൻ നെടുമ്പള്ളി മാറി ഖുറേഷി അബ്രഹാമോട് മാറുമ്പോൾ ആ ലാലേട്ടന്റെ ഒരു പരകായ പ്രവേശനം, അതൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർക്ക് ഏറെ ആകാംക്ഷയാണ്, എന്താണ് ഇടയ്ക്ക് സംഭവിച്ചെന്നുള്ളത്. പക്ഷെ എമ്പുരാനെ പറ്റി ഒരു അപ്ഡേഷൻസും ഇല്ല. ഈ ഒരു 36 ക്യാരക്ടർ പോസ്റ്റർ കഴിഞ്ഞ ശേഷം ഒരു അപ്ഡേഷൻസും ഇല്ല. എന്താണ് സംഭവം നടക്കാൻ പോകുന്നത്? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഇതിന്റെ പിന്നാമ്പുറം പറയുന്ന വേറൊന്നുമല്ല. നമുക്കറിയാം, എമ്പുരാൻ എന്ന് പറഞ്ഞ സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതിൽ ആശീർവാദ് സിനിമാസും ഉണ്ട്, അതുപോലെ ലൈക്ക പ്രൊഡക്ഷനും ഉണ്ട്. ലൈക്കയെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. എവിടെ ബ്രഹ്മാണ്ഡ സിനിമയുണ്ടോ അവിടെ ലൈക്ക ഉണ്ട് എന്നുള്ളതാണ്. പിന്നീട് ലൈക്കയുടെ സമയം നല്ലതായതുകൊണ്ട് ഇറക്കിയ ലാസ്റ്റ് പടങ്ങളെല്ലാം തന്നെ എവിടെ നിന്ന് ഏറി പൊട്ടി എന്നുള്ളത് നമുക്കറിയാവുന്നതാണ്. പക്ഷേ ലൈക്ക പോലൊരു പ്രൊഡക്ഷൻ മലയാള സിനിമയിലേക്ക് ആശീർവാദിനൊപ്പം വരുമ്പോൾ ഏറെ പ്രതീക്ഷയാണ്. കാര്യം അത്രയ്ക്ക് ഒരു വൈഡ് റിലീസ് ആയിരിക്കുമല്ലോ. അപ്പൊ ഇവരും തമ്മിൽ എന്തെങ്കിലും, അതായത് ലൈക്കയും ആശീർവാദം തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അങ്ങനെ ഉണ്ടെന്ന് എന്നാണ് പിന്നാമ്പുറ കഥകൾ പറയുന്നത്. അതുകൊണ്ടാണ് ശരിക്കും പറഞ്ഞ എമ്പുരാന്റെ ഒരു ഓഡിയോ റൈറ്റ്സോ ഡിജിറ്റൽ OTT റൈറ്റ്സോ അതൊന്നും വിറ്റുപോയിട്ടില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, റെസ്റ്റ് ഓഫ് ദി വേൾഡ്, ഇന്ത്യക്ക് ശേഷമുള്ള ഔട്ട്സൈഡ് മാർക്കറ്റ് ഒന്നും വിറ്റുപോയിട്ടില്ല എന്നാണ് കണക്കുകൾ പറയുന്നത്, ഓരോ കാര്യങ്ങളും പറയുന്നത്. പക്ഷെ ഇതുവരെ ഒരു അപ്ഡേഷൻസും വന്നിട്ടില്ല. ശരിക്കും അങ്ങനെ വല്ലതും ഉണ്ടോ? ഇവര് തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കേട്ടത് 3 മിനിറ്റ് 51 സെക്കൻഡിന്റെ ഒരു ട്രെയിലറിന്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ട്രെയിലർ ഈ വരുന്ന മാർച്ച് 15-ാം തീയതി റിലീസ് ചെയ്യുമെന്നാണ് അൺഒഫീഷ്യൽ ആയിട്ടുള്ള റൂമേഴ്സ് കേൾക്കുന്നത്. എന്തായാലും ട്രെയിലർ റിലീസ് ചെയ്യണമല്ലോ, ചിലപ്പോൾ ഒരു പക്ഷെ വരുമായിരിക്കും. അതോ പൃഥ്വിരാജിന്റെ പറയുന്ന പോലെ, ഇല്ലുമിനാറ്റി പറയുന്ന പോലെ എല്ലാം സൈലന്റ് ആയിട്ടിരുന്ന് പെട്ടെന്നൊരു ഇമ്പാക്ട് ഉണ്ടാക്കാനോ? പക്ഷേ എമ്പുരാൻ പോലെ ഒരു സിനിമ, ഒരു പാൻ ഇന്ത്യൻ ലെവലിലുള്ള ഒരു സിനിമ വരുമ്പോൾ എന്തായാലും അതിന്റെ പ്രൊമോഷനും പാൻ ഇന്ത്യൻ ലെവലിലായിരിക്കണമല്ലോ. സ്വാഭാവികമായിട്ടും ഈ ഒരു സമയം കൊണ്ട് ഇത്ര പ്രൊമോഷൻസ് ഒക്കെ വരേണ്ടതാണ്. എന്താണ് ഉള്ളതെന്ന് ഇതുവരെ ഒന്നും വ്യക്തമായിട്ടില്ല. എല്ലാരും കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ അവസ്ഥയാണ് ഇതെന്ന് ഓർക്കണം. ബുക്ക് മൈ ഷോയിൽ 1 ലക്ഷത്തിന് മേളിൽ ഇൻട്രസ്റ്റ് ആയിട്ടുണ്ട്. നമുക്കറിയാം, 2 ലക്ഷത്തിന് മേളിൽ ഇൻട്രസ്റ്റ് വന്ന ബുക്ക് മൈ ഷോയിൽ വന്ന 2 സിനിമകളേ ഉള്ളൂ. 1 മരക്കാറ്, 2 ആടുജീവിതം. അപ്പോൾ അത്രത്തോളം ഇമ്പാക്ട് ആയിട്ട് എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റ് വരുന്ന ബുക്ക് മൈ ഷോയിൽ വരുന്ന ഒരു സിനിമയായിരിക്കും എമ്പുരാനെന്ന്. പക്ഷേ ഇതിനെപ്പറ്റി ഒരു അപ്ഡേഷൻസ് ഒന്നും ഇല്ലാത്ത സ്ഥിതിക്ക് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ് അറിയേണ്ടത്. എല്ലാ പേജിലും ഇത് തന്നെയാണ് ചർച്ച, എമ്പുരാന്റെ അപ്ഡേഷൻ ഇന്ത്യ, എമ്പുരാന്റെ. അതുപോലെ തന്നെ ഇതിനോടകം തന്നെ ഈ എമ്പുരാന്റെ അപ്ഡേഷനെ പറ്റി അത് ലെയറിലായിട്ടുണ്ട്. ഒരുപാട് ക്രിറ്റിക്സും ട്രോളും എല്ലാം വരുന്നുണ്ട്, എന്താണ് സംഭവിച്ചെന്നുള്ളത്. അപ്പൊ നമുക്ക് പറയേണ്ട അത് തന്നെയാണ്, എന്താണ് എമ്പുരാൻ സംഭവിക്കുന്നത്? എമ്പുരാന്റെ ട്രെയിലർ വരുമോ? ബാക്കിയുള്ള പ്രൊമോഷൻസ് എങ്ങനെയാണ്? അല്ലെങ്കിൽ മറ്റു ഭാഷകളിലുള്ള എന്താണെന്നുള്ളത്. OTT റൈറ്റ്സും സോൾഡ് റൈറ്റും ഒന്നും പോയിട്ടില്ല. എന്താണ് സംഭവിക്കുന്നത്? ഏറ്റവും വലിയ മലയാളത്തിലെ ഏറ്റവും ബിഗ്ഗസ്റ്റ് ബ്രാൻഡായ മോഹൻലാൽ, അദ്ദേഹത്തിന്റെ ഒരു സിനിമ OTT ഒന്നും വിറ്റുപോകത്തില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഈ പിന്നാമ്പുറം എന്നുള്ളത്? ലൈക്ക ആശീർവാദം തമ്മിലുള്ള പ്രശ്നമാണോ? എല്ലാം സോർട്ട് ഔട്ട് ചെയ്ത് മാർച്ച് 27-ാം തീയതി ബ്രഹ്മാണ്ഡ റിലീസ് ആകുമെന്നാണ് പ്രതീക്ഷ പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം, ഫാൻ ഷോ വെളുപ്പിന് നേരത്തെ ഫാൻ ഷോ ഇല്ലായിരുന്നു. ഇപ്പോഴത്തെ എമ്പുരാന്റെ ഫാൻ ഷോ വെളുപ്പിന് 5 മണിക്ക് എന്നുള്ളത് ഒഫീഷ്യലായിട്ട് കൺഫർമേഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രത്തോളം ആരവത്തിൽ നിൽക്കുകയാണ് മോഹൻലാൽ ഫാൻസും അതുപോലെ തന്നെ സിനിമാ പ്രേക്ഷകരും. അപ്പം അതിനൊരു അന്ത്യം കുറച്ചിട്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടൊരു അപ്ഡേഷൻ പൃഥ്വിരാജ്, നമ്മുടെ ആന്റണി പെരുമ്പാവൂർ, മോഹൻലാൽ കോംബോയിൽ നിന്ന് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എപ്പോഴും കാത്തിരിക്കുന്നു ഖുറേഷി അബ്രഹാമിന്റെ 2ാം വരവിനായി. അപ്പൊ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് എമ്പുരാനെ പറ്റി തോന്നിയെന്നുള്ളത് കമന്റ് ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കരുത്.